ഇദ്ദേഹം തന്റെ മകളെ കിൻഡർ ഗാർഡനിൽ ആക്കിയിട്ട് പോകുമ്പോൾ അവിടെ മെയിന്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അത് കാരണം അവിടെ ഒരു ചുവരിൽ മാത്രം വിള്ളൽ വീഴുന്നു. പോകുന്ന തിരക്കിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നില്ല. അവിടെ വർക്ക് ചെയ്യുന്തോറും ആ വിള്ളൽ വലുതായി അടുത്ത സെക്കൻഡിൽ തന്നെ മുഴുവൻ ബിൽഡിംഗും ഇടിഞ്ഞു വീഴുന്നു. ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫയർ എഞ്ചിനുകൾ ആ സ്കൂളിന് നേരെ പോകുന്നത് കണ്ട് കാർ തിരിച്ച് അതിനെ ഫോളോ ചെയ്തു പോകുന്നു. വന്നു നോക്കുമ്പോൾ കുറച്ചു നേരത്തിന് മുൻപ് തന്റെ മകളെ കൊണ്ടാക്കിയ സ്കൂൾ ഇടിഞ്ഞു വീണ് കിടക്കുന്നു. അത് കണ്ടതും തന്റെ മകൾക്ക് എന്ത് പറ്റിയെന്നറിയാൻ അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ അവിടെ നിന്ന പോലീസ് ഓഫീസർ അദ്ദേഹത്തെ അകത്തേക്ക് വിടുന്നില്ല. ഉടനെ അദ്ദേഹം തന്റെ ID കാർഡ് എടുത്ത് കാണിക്കുന്നു. നോക്കുമ്പോൾ അദ്ദേഹവും ഒരു ഫയർ ഫൈറ്റർ ആണ്. അകത്തുള്ളവരെ സഹായിക്കാൻ പോകണമെന്ന് പറയുന്നു. അവർ അദ്ദേഹത്തിന് പെർമിഷൻ കൊടുക്കുന്നു. യൂണിഫോം ഇട്ടുകൊണ്ടുവന്ന് അകത്തു നിന്ന് ഓരോ കുട്ടികളെയായി രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വൈഫ് കാര്യമറിഞ്ഞ് അവിടേക്ക് വരുന്നു. അദ്ദേഹത്തെ കണ്ടതും ആദ്യം നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കെന്ന് പറയുന്നു. അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് അകത്തേക്ക് വന്ന് ടേബിളിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന തന്റെ മകളെ കണ്ടുപിടിക്കുന്നു. കുറച്ചുകൂടി അകത്തേക്ക് പോയാൽ തന്റെ മകളെ രക്ഷിക്കാം. പെട്ടെന്ന് അടുത്തുനിന്ന് മറ്റൊരു കുട്ടി അദ്ദേഹത്തെ വിളിച്ച് കരയുന്നു. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇനി എത്ര നേരം ബാക്കി ബിൽഡിംഗ് പൊളിയാതെ നിൽക്കുമെന്നറിയില്ല. എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴും. അതുകൊണ്ട് ഒരു അച്ഛൻ എന്ന നിലയിൽ ആദ്യം തന്റെ മകളെ രക്ഷിക്കണമെന്ന് തോന്നുന്നു. പക്ഷെ ഒരു ഫയർ ഫൈറ്ററായി നോക്കുമ്പോൾ അടുത്തുള്ളവരെയാണ് ആദ്യം രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് മകളെ ധൈര്യമായിരിക്കാൻ പറഞ്ഞ അടുത്തുണ്ടായിരുന്ന കുട്ടിയെ രക്ഷിച്ച് പുറത്തെത്തിക്കുന്നു. ഏതോ ഒരു കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവരുന്നത് കണ്ട വൈഫിന് ദേഷ്യം വരുന്നു. കറക്റ്റ് ആ ടൈമിൽ തന്നെ ബിൽഡിംഗിന്റെ കുറച്ചു ഭാഗം കൂടി പൊളിയുന്നു. അദ്ദേഹം വേഗം തന്നെ അകത്തേക്ക് ഓടുന്നു. ഭാഗ്യത്തിന് മകളെ അപകടമൊന്നും പറ്റാതെ രക്ഷിക്കാൻ കഴിയുന്നു. തന്റെ മകളെ കണ്ടതിന് ശേഷമാണ് അമ്മയ്ക്ക് ശ്വാസം നേരെ വീണത്. ഇദ്ദേഹം നടന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ വൈഫ് ആദ്യം മകളെ രക്ഷിക്കാത്തതിന്റെ ദേഷ്യത്തിൽ അദ്ദേഹത്തോട് മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അത് കണ്ടതും അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നുന്നു. അന്ന് രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ വൈഫിന് അദ്ദേഹത്തോടുള്ള ദേഷ്യം മാറിയിട്ടില്ല. അദ്ദേഹം മകളെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് അവളുടെ അടുത്തേക്ക് വരുന്നു. പക്ഷെ അവൾ ഫയർ ഫൈറ്റേഴ്സ് ആപത്തിലായിരിക്കുന്ന തന്റെ ഏറ്റവും അടുത്തുള്ളവരെയാണ് ആദ്യം രക്ഷിക്കേണ്ടതെന്ന് തന്റെ അച്ഛന് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല അവളുടെ സ്കൂളിനൊപ്പം ഫയർ ഫൈറ്ററായ തന്റെ അച്ഛന്റെ ചിത്രവും വരച്ചു വെച്ചിരിക്കുന്നു. അവൾ ആ ചിത്രം തന്റെ അച്ഛന് ഗിഫ്റ്റായി കൊടുക്കുന്നു. ആ ചിത്രം കണ്ടതും തന്റെ മകൾ തന്നെ മനസ്സിലാക്കിയതോർത്ത് സന്തോഷത്തിൽ അദ്ദേഹം കരയുന്നു.